الدنيا أقل من القليل وعاشقها أذل من الذليل. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ദുനിയാവിലെ ജീവിതമെന്ന് പറയുന്നത് അത് കുറഞ്ഞതിൽ വെച്ച് ഏറ്റവും കുറഞ്ഞതാ. മാത്രമല്ല, എന്നിട്ടും ഈ ദുനിയാവിനോട് ഹുബ്ബ് വെക്കുന്നവൻ, ഈ ദുനിയാവിനെ സ്നേഹിക്കുന്നവൻ എന്നിട്ടും ഈ ദുനിയാവിനോട് ഹുബ്ബ് വെക്കുന്നവൻ, ഈ ദുനിയാവിനെ സ്നേഹിക്കുന്നവന് അവൻ ആരെന്നറിയോ? അദല്ലു മിനൽ ദലീലി. അവൻ നിന്ദരായ ആളുകളിൽ വെച്ച്, തെമ്മാടികളിൽ വെച്ച് ഏറ്റവും വലിയ തെമ്മാടിയാണ്, നിന്ദരിൽ വെച്ച് ഏറ്റവും വലിയ നിന്ദനാ. അതുകൊണ്ട് തന്നെ മാനവനെ, മനുഷ്യനെ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാ അജ്ലുഹാ. അല്ലാഹു തീരുമാനിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കുന്നതാ. അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു തീരുമാനിച്ച അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിലൊരു യാതൊരുവിധ സംശയവുമില്ല. ആ സമയത്ത് മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ പിടിക്കുന്നതാ. അതിൽ യാതൊരു സംശയവുമില്ല. ആ സമയത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ല. എന്റെ പ്രിയമുള്ളവരെ, കവി വർണ്ണിക്കുന്നത് കാണുക. ഇന്ന ലില്ലാഹി ഇബാദൻ ഫുതനാ തല്ലഖു ദുനിയാ വഖാഫുൽ ഫിതനാ നദറു ഫീഹാ ഫലമ്മാ ആലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ ജഅലൂഹാ ലുജ്ജതൻ വത്തഖദൂ സാലിഹൽ അഅമാലി ഫീഹാ സുഫനാ. അല്ലാഹുവിന്റെ ബുദ്ധിമാന്മാരായ ചില ദാസന്മാരുണ്ട്. ഫിത്നയും ഫസാദും ഭയന്നുകൊണ്ട് അവർ ഈ ഐഹിക ബന്ധം വിച്ഛേദിച്ചു കളഞ്ഞു. അങ്ങനെ ഒരു ജീവിക്കുന്നതിന്റെ ഭൗതിക ലോകം ശാശ്വതമല്ലെന്ന് ബോധ്യമായപ്പോ അതൊരു ആഴമേറിയ സമുദ്രവും സൽക്കർമ്മങ്ങൾ കപ്പലുമാണെന്നവർക്ക് ബോധ്യമായി. അതനുസരിച്ചവർ പ്രവർത്തിച്ചു. അള്ളാഹുവിന്റെ പൊരുത്തം അവർ കരസ്ഥമാക്കി. അള്ളാഹു പറഞ്ഞില്ലേ, ഖുൽ ഇന്നൽ മൗതല്ലദീ തഫിറൂന മിൻഹു ഫഇന്നഹു മുലാഖീകും. നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണമില്ലേ, ആ മരണം നിങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും. നിങ്ങൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന മരണം അത് എന്തായാലും നിങ്ങൾ പിടികൂടുക തന്നെ ചെയ്യും. എന്നാലും ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹം, ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിലെ ചെറുപ്പക്കാര് സഹോദരിമാരൊക്കെ ഇന്ന് മരണത്തെ ഭയപ്പെടുകയും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അവന്റെ ആഗ്രഹത്തിനും പ്രതീക്ഷക്കും അപ്പുറമായി മരണം പെട്ടെന്നവനെ പിടികൂടുന്നത്. കല്ലാ ഇദാ ബലഗതി തറാഖിയ വഖീല മൻ റാഖ് വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق. الله റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തിക്കഴിഞ്ഞ റഹ്മത്തിന്റെ മലക്കുകളോ അദാബിന്റെ മലക്കുകളോ ആരാണ് അതിനെ കയറ്റിക്കൊണ്ട് പോകേണ്ടത്? മലക്കുകൾക്കിടയിൽ പ്രശ്നമായി, അവർക്കിടയിൽ തർക്കമായി. ഈ മനുഷ്യനെ ഭൗതിക ലോകത്തോട് വേർപ്പെടുകയാണെന്ന് ഉറപ്പിച്ചു. കാലുകൾ പരസ്പരം കൂട്ടിയിടിച്ചു. ആപത്തിന് മേൽ ആപത്ത് കുന്നുകൂടി വരികയാ. അതെ, അന്ന് നിന്റെ പടച്ച റബ്ബിലേക്ക് നീ യാത്ര തിരിക്കുകയാ. പൊന്നുമോളെ, ആ സമയത്ത് പടച്ച റബ്ബിന്റെ തിരുസന്നിധിയിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത്, ഈ ദുനിയാവിൽ നിന്ന് വിട പറയുന്ന സമയത്ത്, ആ സമയത്ത് ഈ മനുഷ്യൻ പറയുന്ന ഒന്നുണ്ട്.
ആ സമയത്ത് ഈ ആത്മാവ് അങ്ങ് പിടിക്കുന്ന സമയത്ത്, ഈ ദുനിയാവിൽ നിന്ന് വിട്ടുപിരിയുന്ന സമയത്ത് ഈ മനുഷ്യൻ ആ സമയത്ത് അള്ളാഹുവിനോട് പറയുമത്ര, അള്ളാഹുവേ എന്റെ റൂഹിനെ നീ ഇപ്പൊ പിടിക്കല്ലേ, ഒരല്പനേരം കൂടെ എന്നെ ഈ ദുനിയാവിൽ പിന്തിക്കണേ. അള്ളാഹുവേ ഇനി മുതൽ ഞാൻ നല്ലത് ചെയ്തോളാം, ഇനി മുതൽ ഞാൻ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചോളാം, ഇനി മുതൽ ഞാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ച് ജീവിച്ചോളാം. അതുകൊണ്ട് നബിയേ, അതുകൊണ്ട് അള്ളാഹുവേ എന്നെ ഈ ദുനിയാവിൽ അല്പനേരം കൂടെ ജീവിപ്പിക്കണേ, ഈ ദുനിയാവിൽ ഞാൻ ഒരു അല്പനേരം കൂടെ ജീവിച്ചോട്ടെ, എന്റെ റൂഹിനെ നീ ഇപ്പൊ പിടിക്കല്ലേ, ഞാൻ ഒരു അല്പനേരം കൂടെ ജീവിക്കട്ടെ. എന്നാൽ സമയത്ത് മനുഷ്യൻ അള്ളാഹുവിനോട് വിളിച്ചു പറയുമ്പോ ആ സമയത്ത് അള്ളാഹു പറയുമത്ര, എടാ തെമ്മാടി, ഇതൊക്കെ നിന്റെ വെറും ഒരു വാക്ക് മാത്രമാ, നീ ഇത് കുറെ കാലങ്ങളായി പറയാൻ തുടങ്ങിയിട്ട് ഇതൊക്കെ നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയുള്ളൂ, ഇതൊന്നും നീ പ്രവർത്തിക്കുകയില്ല, ഇതൊക്കെ നീ വെറുതെ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു അതൊന്നും സ്വീകരിക്കില്ല, അള്ളാഹു അതൊന്നും കബൂലാക്കുകയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്ത് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം, ആ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കണം. എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട പെങ്ങളെ, ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊന്ന് ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഹാർട്ട് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് എപ്പോഴാ? നമ്മുടെ ഈ ഹൃദയം യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത് എപ്പോഴാ? അത് പ്രവർത്തിക്കണമെങ്കിൽ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകണം. ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിയുമ്പോ ഒരഭിപ്രായത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാ, പല അഭിപ്രായങ്ങളുമുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ഒരഭിപ്രായം ഞാൻ പറയുകയാ, 500 മലക്കുകളായത് പിടിക്കാനായിട്ട് വരുന്നത്, 500 മലക്കുകളാ ഇത് പിടിക്കാനായിട്ട് വരുന്നത്. 250 മലക്കുകൾ, സുബ്ഹാനല്ലാഹ്, 250 മലക്കുകൾ ഒരു കാലിന്റെ താഴ്ഭാഗത്ത് നിൽക്കുകയാ, മറ്റേ കാലിന്റെ താഴ്ഭാഗത്തും 250 മലക്കുകൾ നിൽക്കുകയാ. വളരെ സാഹസപ്പെട്ടുകൊണ്ട് അവർ നമ്മുടെ ഈ ആത്മാവിനെ അങ്ങ് പുറത്തേക്ക് വലിച്ചെടുക്കുകയാ. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, പ്രിയപ്പെട്ട പെങ്ങളെ, ബഹുമാനപ്പെട്ട ഗസാലി ഇമാം റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഗസാലി ഇമാം പറയുകയാണ്, പൊന്നുമോനെ, നമ്മുടെ കൂട്ടത്തിലൊക്കെ വലിയ ധൈര്യമുള്ളവരും നല്ല ശക്തിയുള്ളവരും ഏത് പരീക്ഷണങ്ങളും തരണം ചെയ്യാൻ കഴിയുന്നവരും അങ്ങനെയൊന്നും കഴിയാത്തവരുമുണ്ട്. പക്ഷേ ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കട്ടെ, ഞാനൊന്നിവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ടവരോട് ചോദിക്കട്ടെ, നല്ലൊരു ഇരുമ്പിന്റെ മുള്ളാടിയെടുത്തിട്ട് നിന്റെ കയ്യിന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലൂടെ ഒരാണി അങ്ങോട്ട് കയറ്റിയാൽ നീ നിസ്സഹായനായിട്ട് നോക്കി നിൽക്കുമോ? നീ സമാധാനത്തോടുകൂടെ അവിടെ നിൽക്കുമോ? ഇല്ല, നീ കൈകാലുകളിട്ടടിക്കാൻ ശ്രമിക്കുന്നതാ, വാവിട്ട് കരഞ്ഞു പോകുന്നതാ, വാവിട്ട് നിലവിളിക്കുന്നതാണ്. എന്റെ പ്രിയമുള്ളവരെ, ആ വേദനയ്ക്കുള്ള കാരണം എന്താ? ആ സമയത്ത് വേദനിക്കുന്നതിനുള്ള കാരണം എന്തെന്നറിയോ? കാരണം മറ്റൊന്നുമല്ല, ആ ഒരു ഇരുമ്പിന്റെ മുള്ളാണ് നിന്റെ കയ്യിന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അത്രയും സ്ഥലത്ത് നിന്ന്, അത്രയും സ്പേസിൽ നിന്ന് നിന്റെ ആത്മാവെന്ന് മാറി നിൽക്കുകയോ, അത്രയും സ്ഥലത്ത് നിന്ന് നിന്റെ ആത്മാവെന്ന് മാറി നിൽക്കുന്ന വേദനയാണെങ്കിൽ ഈ പൂപ്പാറയിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് അവന്റെ ചെന്നിയിലൂടെ, അവന്റെ ചങ്കിലൂടെ, അവന്റെ ശരീരഭാഗത്തിന്റെ എല്ലാ രോമ
കുത്തുകളിൽ കൂടി ഇതുപോലെ താടികൾ കയറുന്നത് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കൂ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ആ രംഗം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ. സുബ്ഹാനല്ലാഹ്. എന്നാ മരണസമയത്തുള്ള വേദനയല്ലേ, ആ മരണസമയത്തുള്ള വേദനയൊന്ന് ചിന്തിച്ചു നോക്കൂ എന്റെ പ്രിയമുള്ളവരെ. ആ മരിക്കുന്ന സമയത്ത് ബുദ്ധിയില്ലാത്തവൻ ചോദിച്ചേക്കാ ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ഇത്രയേറെ വേദന അനുഭവിക്കുന്നുവെങ്കില്, ഇത്രയേറെ വേദന അനുഭവപ്പെടുന്നുവെങ്കില് അവൻ എന്തുകൊണ്ടാ കരയാത്തത്? അവൻ എന്തുകൊണ്ടാ കയ്യും കാലും വിട്ടടിച്ച് നിലവിളിക്കാത്തത്? അവൻ എന്തുകൊണ്ടാ വാവിട്ട് കരയാത്തത്? മഹാനായ ഉസ്സാരി ഇമാമിന്റെ മറുപടി, പൊന്നുമോനെ മാനവാ, അതിനൊരു കാരണമുണ്ട്. ഒരാൾ നിന്റെ കയ്യിന്റെ വിരലിന്റെ നഖത്തിന്റെ ഉള്ളിലൂടെ ആ ഒരാൾ എങ്ങോട്ട് തറച്ചു കയറ്റുമ്പോ ആ ഒരു സ്ഥലത്ത് മാത്രമേ നിനക്ക് വേദനയുള്ളൂ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫ്രീയാ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഫ്രീ ആയതുകൊണ്ട് നിനക്ക് പ്രതികരിക്കാൻ കഴിയുന്നതാ. കയ്യനക്കാൻ കഴിയും, കാലനക്കാൻ കഴിയും, വാ വെട്ടിക്കറിയാൻ കഴിയുന്നതാ. എന്നാൽ എന്റെ പ്രിയമുള്ളവരെ മരിക്കുന്ന സമയത്ത്, മരിക്കുന്ന നേരത്ത് വേദനയില്ലാത്ത സ്ഥലങ്ങളില്ല, വേദനയില്ലാത്ത ഭാഗങ്ങളില്ല. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് അനങ്ങാൻ കഴിയില്ല, കയ്യനക്കാൻ കഴിയില്ല, കാലനക്കാൻ കഴിയില്ല, വാവിട്ട് കരയാൻ കഴിയില്ല. എന്നിട്ട് വീണ്ടും പഠിപ്പിച്ചു തരികയാ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് അത് അവന്റെ രണ്ട് കൈവിരലുകളിൽ നിന്നും കാലുകളിൽ നിന്നുമാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തരികയാ, എന്റെ പ്രിയമുള്ളവരെ, ഒരു മനുഷ്യന്റെ ആത്മാവിനെ പിടിച്ചു തുടങ്ങുന്നത് അത് അവന്റെ രണ്ട് കൈകളിൽ നിന്നും കാലുകളിൽ നിന്നുമാ, അവന്റെ രണ്ട് കൈവിരലുകളിൽ നിന്നും കാൽവിരലുകളിൽ നിന്നുമാ. അതെന്തിനാണെന്നറിയോ? മരിച്ച് നമ്മുടെ മേൽഭാഗത്ത് നിന്നാണ് പിടിക്കുന്നതെങ്കിൽ നീ ഒരു ഭാഗത്ത് കിടക്കില്ല, നീ ഒരു ഭാഗത്തിരിക്കില്ല. നീ കയ്യും കാലും വിട്ടടിച്ചുകൊണ്ട് ഈ ദുനിയാവ് മൊത്തം വാവിട്ട് കരഞ്ഞുകൊണ്ട് നീ ഓടുന്നതാ. നീ കരയാതിരിക്കാൻ, അടങ്ങിയിട്ടൊരു ഭാഗത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് നിന്റെ കൈകളിൽ നിന്ന് തുടങ്ങിയത്, കാലുകളിൽ നിന്ന് തുടങ്ങിയത്. അതിന് വേണ്ടിയിട്ടാ ചെറുപ്പക്കാരാ. ആ കൈകളിൽ നിന്നും കാലുകളിൽ നിന്നും വേദന തുടങ്ങിയിട്ട് ആരോഗ്യമുള്ളൊരു മനുഷ്യനാണെങ്കിൽ 40 ടൺ യൂണിറ്റ് വേദനയാണെങ്കിൽ അതിനേക്കാളും അസഹ്യമായി നിന്റെ വേദന കയറി വരുന്നതാ, നിന്റെ വേദന കൂടി കൂടി വരുന്നതാ. മാത്രമല്ല സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ രണ്ട് ഷോൾഡറുകൾ നിന്നിൽ നിന്ന് പിരിയുകയാണെന്ന് തോന്നുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ രണ്ട് ഷോൾഡറുകൾ നമ്മിൽ നിന്ന് പിരിയുന്നത് പോലെ തോന്നുകയാ. ഈ ഷോൾഡറിൽ വല്ലാത്ത വേദനയാ. അത് ആ ഷോൾഡറിലുള്ള വേദന പതിയെ പതിയെ മെല്ലെ മെല്ലെ നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ പൊന്നുമോനെ, ഉറപ്പിച്ചോ ഇത് നിന്റെ മരണമാ, ഉറപ്പിച്ചോ ഇത് നിന്റെ മരണമാ, ഇത് നിന്റെ മരണമാ. നിന്റെ ഹുങ്കാരങ്ങൾ നിൽക്കുകയാ, എല്ലാ ശക്തിയും ക്ഷയിക്കുകയാ. ഇല്ല ഇല്ല, ഇത് നിനക്ക് തിരിച്ചു വരവില്ല. നിന്റെ അഹങ്കാരങ്ങൾ നിന്നുപോയി, നിന്റെ ആഭാസങ്ങൾ നിന്നുപോയി, നിന്റെ ആഡംബരങ്ങൾ നിന്നുപോയി, നിന്റെ ആർഭാടങ്ങൾ നിന്നുപോയി. ഇല്ല ഇല്ല, ഇനി നിനക്ക് നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സമയമില്ല, ഇനി നിനക്ക് തിരുത്താൻ സമയമില്ല. സുബ്ഹാനല്ലാഹ്, ഇങ്ങനെ മലക്കുകൾ ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഈ ആത്മാവിനെ ഹൃദയത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഹൃദയത്തിൽ നീരാളിപ്പിടുത്തം പിടിക്കുന്നതാ. പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഹൃദയത്തിൽ നീരാളിപ്പിടുത്തം പിടിക്കുന്നത്, നീരാളിപ്പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ
അതൊരിക്കലും തന്നെ അവിടെ നിന്ന് മടങ്ങി വരൂല്ല, അതൊരിക്കലും തന്നെ അവിടെ നിന്ന് തിരിച്ചു വരില്ല. ആ സമയത്ത് അതൊരിക്കലും തന്നെ തിരിച്ചു വരുമെന്ന് നീ പ്രതീക്ഷിക്കുകയും വേണ്ട. അല്ലാ അല്ലാ, അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അതാ മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയാ. അല്ലാ അല്ലാ, എങ്ങനെയാ അസ്റായീൽ വരുന്നത്? സുബ്ഹാനല്ലാഹ്, നല്ല മൂർച്ചയുള്ള ഇരുമ്പിന്റെ ഒരു കൊക്കയുമായിട്ടാ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. അങ്ങനെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ആ മൂർച്ചയുള്ള ഇരുമ്പിന്റെ കൊക്ക കൊണ്ട് കൊളുത്തിയിട്ട് നമ്മുടെ ആത്മാവിനെ ചങ്കിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാ, ചങ്കിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുകയാ. അല്ലാ, ആ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കൂ പ്രിയപ്പെട്ടവരെ. ആ സമയത്ത് നിന്റെ കണ്ണുകൾ മേൽപോട്ട് പോയിട്ടുണ്ട്, നിന്റെ മൂക്ക് വികസിച്ചു പോയിട്ടുണ്ട്, നിന്റെ നാവ് പരമാവധി പുറത്തേക്ക് വന്നിട്ടുണ്ട്, നിന്റെ കൈകൾ തളർന്നു പോയിട്ടുണ്ട്, കാലുകൾ പിളർന്നു പോയിട്ടുണ്ട്. അതേ മാത്രമല്ല എന്റെ ശരീരമാകെ തളർന്നു പോയിട്ടുണ്ട്, ആകെ പിളർന്നു പോയിട്ടുണ്ട്, ആകെ വിളർന്നു പോയിട്ടുണ്ട്. അല്ലാ അല്ലാ, ആ സമയത്തതാ നീ മരിക്കുന്ന സമയത്ത്, നീ സക്കറാത്തിന്റെ ഹാലിൽ കിടക്കുമ്പോ ആ സമയത്ത് നിന്റെ ചുറ്റും നിന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ട്, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്, നിന്റെ പ്രിയപ്പെട്ട ഉപ്പയുണ്ട്, നിന്റെ അരുമക്കിടാങ്ങളായ മക്കളുണ്ട്, നിന്റെ അരുമക്കിടാങ്ങളായ മക്കളുണ്ട്. അതാ ആ മക്കൾ നിന്റെ ദയനീയ രംഗം കണ്ട് പൊട്ടിക്കരയുകയാ, ആ മക്കൾ നിന്റെ ദയനീയ രംഗം കണ്ട് പൊട്ടിക്കരയുകയാ. അരുമക്കിടാങ്ങൾ ബാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം ചെയ്യാതവൻ കിടക്കുന്നേ. അതാ മക്കളെ പോലും അപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കറിയുന്നൊരു ദിവസമില്ലേ എന്റെ പ്രിയമുള്ളവര്? ആ സമയത്ത്, ആ മരിക്കാൻ കിടക്കുന്ന നേരത്ത് നിനക്ക് വല്ലാത്ത വിശപ്പാ, നിനക്ക് വല്ലാത്ത വിശപ്പിന്റെ കാഠിന്യമാ, വിശപ്പിന്റെ കാഠിന്യമേറുകയാണ്. അല്ലാ അല്ലാ, ആ സമയത്ത് നിന്റെ വിശപ്പിന്റെ കാഠിന്യം കാണുമ്പോ, നിന്റെ വിശപ്പിന്റെ ഗൗരവം കാണുമ്പോ, നിന്റെ ചുറ്റും കൂടി നിൽക്കുന്നവർ സുബ്ഹാനല്ലാഹ്, അവർ നിന്റെ വിശപ്പ് കണ്ടിട്ട് ആ സമയത്ത് ഒരു ഗ്ലാസ്സിൽ വെള്ളമെടുത്ത്, ആ ഗ്ലാസ്സിൽ വെള്ളമെടുത്തുകൊണ്ട് നിന്റെ വായയിലേക്ക് വെള്ളമൊഴിച്ചു തരികയാ. ആ സമയത്ത് വെള്ളമൊഴിച്ചു തരുമ്പോ വിശപ്പ് തീരുന്നില്ല, അത് രണ്ട് ഭാഗത്ത് കൂടാ വെള്ളം പുറത്തേക്ക് ഒലിച്ചു വരികയാ. മരിക്കുന്ന സമയത്ത് എത്ര വെള്ളം കുടിച്ചാലും ദാഹം തീരുകയില്ല, എത്ര വെള്ളം കുടിച്ചാലും വിശപ്പ് തീരുകയില്ല. അത്രയും വലിയ വിശപ്പിന്റെ കാഠിന്യമാ, ആ സമയത്ത് വല്ലാത്ത വിശപ്പിന്റെ കാഠിന്യമാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, അങ്ങനെ അതാ മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പരമാവധി നിന്റെ വായയും ചെങ്കുമെല്ലാം തുറന്ന്, ആ സമയത്ത് പരമാവധി നിന്റെ വായയും ചെങ്കുമെല്ലാം തുറന്ന് നിന്റെ ആത്മാവിനെ പുറത്തേക്ക് വലിച്ചെടുക്കുമ്പോ, നിന്റെ ആത്മാവിനെ പുറത്തേക്ക് എടുക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഒരു തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവിങ്ങൾ കിടന്ന് പിടയുകയാ. കൂടുതലൊന്നും വലിപ്പമില്ല, ഒരു തേനീച്ചയുടെ വലിപ്പമുള്ള ആത്മാവിങ്ങനെ കിടന്ന് പിടയുകയാ. ആ സമയത്ത് അങ്ങനെ ആത്മാവ് പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ സ്വലാത്ത് ചൊല്ലിയും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്നൊരു കാര്യമുണ്ട്. അങ്ങനെയൊക്കെ ആത്മാവിനെ വളരെ കാഠിന്യത്തോടെ, വളരെ ഗാംഭീര്യത്തോടെ അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ റൂഹിനെ, നമ്മുടെ ഈ ആത്മാവിനെ പുറത്തേക്ക് വലിക്കുമ്പോ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഇങ്ങനെ ഈ ആത്മാവിനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത്, ഈ ആത്മാവിനെ പുറത്തേക്ക് വലിച്ചെടുക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ്, സമയത്ത് പൊന്നുമോരെ നിന്റെ ശബ്ദം അറുക്കപ്പെടുന്ന ഒട്ടകമില്ലേ, അറുക്കപ്പെടുന്ന ഒട്ടകം മലർന്ന ശബ്ദമില്ലേ, ആ സമയത്ത് അറുക്കപ്പെടുന്ന ഒട്ടകത്തിന്റെ അലറൽ പോലുള്ള അലറലാണ് ആ സമയത്ത് നീ പുറപ്പെടുവിക്കുന്നതെങ്കിൽ പൊന്നുമോളെ നിന്റെ ആഖിബത്ത് മോശമാ, നിന്റെ ആഖിബത്ത് മോശമാ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, മരിക്കുന്ന നേരത്ത് പൊന്നുമോളെ മാനവ മരിക്കുന്ന സമയത്ത്, ആ സമയത്ത് നിന്റെ ശബ്ദം അറുക്കപ്പെടുന്ന ഒട്ടകത്തിന്റെ അലറൽ പോലെയാണെങ്കിൽ നിന്റെ ആഖിബത്ത് മോശമായി മരിക്കാനുള്ള ലക്ഷണമാ. നഊദു ബില്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ പറയാ, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പഠിപ്പിച്ചു തരുന്നു, എന്നാലോ മരണത്തിന്റെ നല്ല ലക്ഷണം എന്താ? മരണത്തിന്റെ നല്ല ലക്ഷണം ഏതെന്നറിയോ? ആ മരിക്കുന്ന സമയത്ത് നെറ്റിത്തടം വിയർക്കുന്നതാ, നമ്മുടെ ഈ നെറ്റിത്തടം വിയർത്തൊലിക്കുന്നതാ. മാത്രമല്ല കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നതാ, കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയുന്നതാ, കണ്ണിൽ നിന്ന് കണ്ണുനീര് തടം തള്ളി ആത്തൊടുക്കുന്നതാ. ഇതൊക്കെ മരണത്തിന്റെ നല്ല ലക്ഷണങ്ങളാണ്. അല്ലാഹുവേ നീ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണമല്ലാ. എല്ലാരും ഉറക്കാമയും പറയുക, അല്ലാഹുവേ ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണമല്ലാ. മരിക്കുന്ന നേരത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടെ മരിപ്പിക്കണമല്ലാ, മുഅ്മിനായിട്ടും മരിപ്പിക്കണേ അല്ലാ, മുഅ്മിനത്തായിട്ട് സ്വാലിഹായി മരിപ്പിക്കണേ അല്ലാ. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെയൊക്കെ മുഅ്മിനായി അതല്ലെങ്കിൽ ഒരു മുഅ്മിനത്തായി മരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്, പിന്നെ നമ്മൾ രക്ഷപ്പെട്ടു കഴിഞ്ഞു. മാത്രമല്ല ഒരാൾ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലി അവൻക്ക് മരിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, യദ്ഖുലുൽ ജന്ന എന്നല്ല, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും എന്നല്ല, ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വർഗത്തിലാ. അല്ലാഹുവേ നീ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഇങ്ങനെയൊക്കെ മുഅ്മിനായി ഒരു സ്വാലിഹായി മരിക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ള പ്രതിഫലം വളരെ വലുതാ. ആ സമയത്ത് മലക്കുകൾ ഇറങ്ങി വരികയാ. ആ സമയത്ത് മലക്കുകൾ ഇറങ്ങി വരുന്നതാ. എന്തിനാ വരുന്നതെന്നറിയോ? നിന്നെ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യാറാ, നിന്റെ മഹത്തായ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യാറാ. പൊന്നുമോളെ നിന്നെ സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ടാ മലക്കുകൾ ഇറങ്ങി വരിക. മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ആ സമയത്ത് മലക്കുകൾ ഒരു പച്ചപ്പട്ടുമായി വന്ന് നിന്റെ ആത്മാവ് പച്ചപ്പട്ടിൽ പൊതിഞ്ഞുകൊണ്ട് ആ സമയത്ത് നിന്നെ സ്വാഗതം ചെയ്യില്ലേ? യാ أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي. സന്തോഷമുള്ള സമാധാനമുള്ള ആത്മാവേ കടന്നു വരിക, സ്വർഗത്തിലേക്ക് കടന്നു വാ എന്ന് പറഞ്ഞ് മലക്കുകൾ സ്വാഗതം ചെയ്യുന്നതാണ്. അല്ലാഹുവേ അത് കേട്ട് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അത് കേട്ട് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നിന്നൊരു മഹതി വിട പറയുമ്പോ, ഈ ലോകത്ത് നിന്നും ഈ ദുനിയാവിൽ നിന്നും ഒരു മഹതി വിട പറയുമ്പോ, ആ മഹതി വിട പറയുമ്പോ ഈ മലക്കുകൾ വന്ന് സ്വാഗതം ചെയ്യുന്നത് ആ മഹദിയുടെ അടുത്തിരിക്കുന്നവർ വരെ കേട്ടുപോയെന്ന് ചരിത്രം പറയുകയാണ്. ആരാണാ മഹദി എന്നറിയോ? ആ മഹദിയല്ലേ മഹദിയായ റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ. മഹദിയായ റാബിഅത്തുൽ അദവിയ്യ ആരായിരുന്നു? റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹാ. ഒന്ന് ചിന്തിച്ചു നോക്കണേ. ഒരു കാലത്ത് കള്ള് ഷാപ്പിൽ പാട്ടുപാടിയിരുന്ന റാബിഅത്തുൽ
കള്ളുകുടിയന്മാരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി നൃത്തം ചെയ്തിരുന്ന റാബിയത്തുൽ അദവിയ, കള്ളുകുടിയന്മാർക്ക് വേണ്ടി ഡാൻസ് ചെയ്തിരുന്ന റാബിയത്തുൽ അദവിയ, കള്ളുകുടിയന്മാർക്ക് വേണ്ടിയിട്ട് കള്ളുകുടിയന്മാർ പറയുന്നത് പോലെ ഡാൻസ് ചെയ്ത് നൃത്തം ചെയ്തിരുന്ന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല. അങ്ങനെ തെമ്മാടിയായി ജീവിച്ചിരുന്ന റാബിയത്തുൽ അദവിയ റളിയല്ലാഹു തആല അവസാനം എല്ലാ തെമ്മാടിത്തരങ്ങളോടും എല്ലാവിധ മോശമായ പ്രവർത്തനങ്ങളോട് വിട പറഞ്ഞുകൊണ്ട്, അനാചാര പ്രവർത്തനങ്ങളോട് വിട പറഞ്ഞുകൊണ്ട് അവസാനം ഹിദായത്തിന്റെ പർവ്വതത്തിന്റെ മലമുകളിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ഒരു മുഅ്മിനത്തായി സ്വാലിഹത്തായി ജീവിച്ചില്ലേ. പിന്നെ കള്ളുകുടിയില്ല, പിന്നെ കള്ളുകുടിയന്മാർക്ക് വേണ്ടി നൃത്തം ചെയ്തിട്ടില്ല, പിന്നെ കള്ളുകുടിയന്മാർക്ക് വേണ്ടി ഡാൻസ് ചെയ്തിട്ടില്ല, പിന്നെ കള്ളുകുടിയന്മാരെ ഉത്തേജിപ്പിക്കാൻ വേണ്ടി നൃത്തം ചെയ്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയൊക്കെ ജീവിച്ചത് കൊണ്ട് തന്നെ മരിക്കുന്ന സമയത്ത് ഒരു സ്വാലിഹത്തായി മുഅ്മിനത്തായി ഈമാനോടുകൂടെ മരിക്കാൻ ആ മഹദിക്ക് കഴിഞ്ഞല്ലേ. റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹാ ആഖിബത്ത് നന്നായിട്ട് മരിക്കാൻ സാധിച്ചില്ലേ. അങ്ങനെ ആഖിബത്ത് നന്നായി മരിച്ചത് കൊണ്ട് തന്നെ ആ സമയത്ത് മലക്കുകൾ ഇറങ്ങി വന്നിട്ട് ആ മഹദിയായ റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു തആല സ്വാഗതം ചെയ്തില്ലേ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അങ്ങനെ മരിക്കാൻ റാബിഅത്തുൽ അദവിയ റളിയല്ലാഹു തആല അൻഹക്ക് സാധിച്ചില്ലേ. മലക്കുകൾ വന്ന് സ്വാഗതം ചെയ്തു. സന്തോഷമുള്ള ആത്മാവേ വരിക, സമാധാനമുള്ള ആത്മാവേ വരിക, സ്വർഗത്തിലേക്ക് കടന്നു വാ, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകൾ സ്വാഗതം ചെയ്തില്ലേ. മാത്രമല്ല മലക്കുകൾ അങ്ങനെ പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നത്, ഈ ആയത്തോതിയിട്ട് സ്വാഗതം ചെയ്യുന്നത്, സൂറത്തുൽ ഫജ്റിന്റെ അവസാന ഭാഗത്തുള്ള ഈ ആയത്തോതി സ്വാഗതം ചെയ്യുന്നത് ആ മഹദിയുടെ അടുത്തിരിക്കുന്നവർ വരെ കേട്ടുപോയെന്ന് ചരിത്രം പറയുകയാ. പെങ്ങളെ, നിനക്കതുപോലെ മരിക്കണോ, നിനക്കതുപോലെ ആത്മത്ത് നന്നായി മരിക്കണോ, നീ പാതിരാ സമയത്ത് കാമുകനുമായി വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്താ നിന്റെ വികാരത്തിന്റെ ജയിൽക്കാരത്തിന്റെ ശബ്ദം പുറപ്പെടുവിച്ച് ആ കാമുകനുമായി അവനുമായിട്ട് സല്ലപിച്ച പൊന്നുമോളെ പിന്നെ നിന്റെ ആത്മഹത്യ എങ്ങനെയാ നന്നാവുക? പാതിരാ സമയത്ത് നീ നിന്റെ കാമുകയുമായി വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് പാതിരാ സമയത്ത് പോലും വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ചാറ്റ് ചെയ്ത് അന്യ സ്ത്രീകളുമായി അന്യ പുരുഷന്മാരുമായി ചാറ്റ് ചെയ്ത് നടന്ന പ്രിയപ്പെട്ടവരെ, എങ്ങനെയാ ആഖിബത്ത് നന്നാവുക? എങ്ങനെയാ ആഖിബത്ത് നന്നായി മരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് അല്ലാഹുവേ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തി അല്ലാഹുവേ മരിക്കുന്ന സമയത്ത് പരിപൂർണ ഈമാനോടുകൂടെ മരിപ്പിക്കണം. അല്ലാഹുവേ നീ ഞങ്ങളെ എല്ലാവരും ഈമാനോടുകൂടെ മരിപ്പിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ മലക്കുകൾ ഈ ആയത്തോതി സ്വാഗതം ചെയ്യുന്ന മുകളിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തണേ. ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ ഈ മലക്കുകൾ നമ്മളെ ഇങ്ങനെ സ്വാഗതം ചെയ്ത് സ്വർഗത്തിലേക്ക് സ്വാഗതം ചെയ്ത് നമ്മുടെ ഈ ആത്മാവിനെ ഒരു പച്ചപ്പട്ടിൽ പൊതിഞ്ഞിട്ട് അള്ളാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വെറും ഈ ആത്മാവ് മാത്രമല്ല കൊണ്ടുപോകുന്നത്, വെറും ഈ ആത്മാവ് മാത്രമല്ല, ഈ ആത്മാവിനോടുകൂടെ ഒരു മെമ്മറിയും കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു മെമ്മറിയും കൊണ്ടുപോകുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്ന്
ഇന്ന് നമ്മുടെയൊക്കെ കൈകളിൽ മൊബൈൽ ഫോണുകളില്ലേ, ഇന്റർനെറ്റ് സംവിധാനങ്ങളില്ലേ, ആധുനിക സൗകര്യങ്ങളില്ലേ. ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള, നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള മൊബൈൽ ഫോണുകൾ നമ്മുടെ കയ്യിലില്ലേ, ടച്ച് ഫോണുകൾ നമ്മുടെ കയ്യിലില്ലേ, സ്മാർട്ട് ഫോണുകൾ നമ്മുടെ കയ്യിലില്ലേ. അല്ലേ? ഇന്ന് നമ്മുടെയൊക്കെ കൈകളിൽ മൊബൈൽ ഫോണുകളുണ്ട് അല്ലേ? എല്ലാ സഹോദരങ്ങളെ, നമ്മുടെയൊക്കെ കൈകളിൽ നിന്ന് മൊബൈൽ ഫോണുകളില്ലേ? എന്തായാലും ഫോണില്ലാത്ത പോലെ ഇരിക്കുന്നു. ഇന്ന് നമ്മുടെയൊക്കെ കൈകളിൽ മൊബൈൽ ഫോണുകളുണ്ട്. 24 മണിക്കൂറും വേണ്ടതിനും വേണ്ടാത്തതിനുമായി സമയം ചിലവഴിക്കുന്ന ഈ മൊബൈൽ ഫോൺ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പ്രിയപ്പെട്ട പെങ്ങളെ, ഈ മൊബൈൽ ഫോണിനകത്തൊക്കെ മെമ്മറി ഇല്ലേ? ആ മെമ്മറി ഒന്ന് നീ പുറത്തേക്ക് എടുത്തു നോക്ക്. സുബ്ഹാനല്ലാഹ്, പഞ്ചസാര തരിയുടെ വലിപ്പമുള്ള ചെമ്പ് കമ്പിയ 1000 GB 2000 GB ഒക്കെയുള്ള മെമ്മറി ആണെങ്കിൽ ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന, ഇന്ത്യ രാജ്യമെന്ന് മാത്രമല്ല ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഒരു ചെറിയ ചിപ്പിനകത്ത് ഉൾപ്പെടുത്താൻ സാധിക്കുമെങ്കിൽ ഇതെന്തൊരത്ഭുതമാ! ഇത് കണ്ടുപിടിച്ച മനുഷ്യൻ എന്തൊരത്ഭുതമാണ്! ആ മനുഷ്യന് സൃഷ്ടിച്ച ഖാലിഖായ പടച്ചറപ്പ് എന്തൊരത്ഭുതമാ! ആ പടച്ചറപ്പ് സൃഷ്ടിച്ചു വെച്ചൊരു മെമ്മറി ഉണ്ട്. എന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നീ ചെയ്ത എല്ലാ കാര്യങ്ങളും അടങ്ങിയ ഒരു മെമ്മറിയാണിത്. ആ മെമ്മറിയും നിന്റെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്, അല്ലാഹുവിന്റെ തിരുസന്നിധിയിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ആത്മാവിനെ പടച്ചറപ്പിന്റെ തിരുസന്നിധിയിലേക്ക് എത്തിച്ച് ആ സമയത്ത് നമ്മുടെ ആത്മാവിനെ പടച്ചറപ്പിന്റെ തിരുസന്നിധിയിലേക്ക് എത്തിക്കുമ്പോ ആ സമയത്തിന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതകാലത്ത് നമ്മുടെ തോളിലുണ്ടായിരുന്ന 2 മലക്കുകളായിരുന്നില്ലേ? മഹാനായ റഖീബ് അതീദ് അലൈഹിസ്സലാം. ഈ 2 മലക്കുകൾ നമ്മുടെ ആത്മാവിനൊക്കെ പടച്ചറപ്പിന്റെ തിരുസന്നിധിയിൽ എത്തിച്ചു കഴിയുമ്പോ ആ സമയത്ത് ഈ മലക്കുകൾ അള്ളാഹുവിനോട് പറയുമത്ര, അള്ളാഹുവേ, പടച്ചവരെ, ഈ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഇനി ഞങ്ങൾക്കിവിടെ ഡ്യൂട്ടി ഇല്ല, ഇനി ഞങ്ങൾക്കിവിടെ ജോലിയില്ല. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബേ, ഇനി ഞങ്ങൾക്കിവിടെ ജോലിയില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങളങ്ങ് തിരിച്ചു വന്നെങ്കിലോ റബ്ബേ എന്നാ മലക്കുകൾ ചോദിക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമത്രേ, വേണ്ട മലക്കുകളെ, വരണ്ട. പിന്നെ എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്നറിയോ? ഈ മരിച്ചാടുവയുടെ കബറിന്റെ ചാരത്ത് നിങ്ങളൊന്ന് ചെന്ന് നിൽക്കണം. എങ്ങനെയാ കബറിന്റെ ചാരത്ത് നിൽക്കുന്നതെന്നറിയോ? ഈ പൂപ്പാരിയിൽ നിന്ന് ഒരു മഹാ കുറ്റവാളിയെ ചെയ്തു കൂട്ടിയ തെമ്മാടിത്തരങ്ങൾക്ക് വേണ്ടിയിട്ട്, അവൻ ചെയ്ത കുറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് അവനെ പോലീസ് കോടതിയിൽ ഹാജരാക്കുമ്പോ, അവനെ പോലീസ് തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവരുമ്പോ, അവനെ ചോദ്യം ചെയ്യാനായി കൊണ്ടുവരുമ്പോ, ആ സമയത്ത് പോലീസുകാർ അവനെ കോടതിയിൽ ഹാജരാക്കുമ്പോ ഈ പോലീസ് ഈ പ്രതിയെ വിട്ടു നിൽക്കില്ലല്ലോ. ഈ പോലീസ് ഈ പ്രതിയുടെ കൂടെ തന്നെയുണ്ട് എന്നതുപോലെ എന്റെയും നിങ്ങളുടെയും കബറിന്റെ ചാരത്ത് മഹാനായ റഖീബ് അതീദ് അലൈഹിസ്സലാം, ഈ 2 മലക്കുകൾ നമ്മളെ വിട്ടുപിരിയില്ല. നമ്മൾ മരിച്ചാലും നമ്മുടെ കൂടെ തന്നെയുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കബറിലേക്ക് വീണ്ടും മലക്കുകൾ വരികയാ. മഹാനായ മുൻകർ നകീർ അലൈഹിസ്സലാം, ഈ 2 മലക്കുകൾ വന്നിട്ടും ചോദ്യം തുടരുകയാ. മർറബ്ബുക വമൻ നബിയുക വമൻ ദീനുക വമൻ ഇമാമുക. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോ പൊന്നുമോളെ, ഇവിടെ തടിച്ചുകൂടി എന്റെ പ്രിയമുള്ളവരെ, ആ സമയത്തൊരു തളർച്ചയില്ലാതെ, ഒരു വിളർച്ചയില്ലാതെ നല്ലതുപോലെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ, നല്ല അന്തസ്സോടുകൂടെ കബറിനകത്ത് ഉത്തരം കൊടുക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. എന്നാലേ നമുക്ക് രക്ഷയുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് ശിക്ഷയാ. ആ സമയത്ത് അല്ലെങ്കിൽ നമുക്ക് ശിക്ഷയാ പ്രിയമുള്ളവരെ. അതുകൊണ്ട് കബർ ജീവിതം നന്നാവണ്ടേ,
ഖബർ ജീവിതം നന്നാക്കണ്ടേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ആയുസ്. ഈ ആയുസ് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമോ. ഈ പടച്ചറപ്പ് തരുന്ന ഈ ആയുസിന് പടച്ചറപ്പിനെ നിൽക്കാറുള്ളതല്ലേ, പടച്ചറപ്പിനെ മറന്നുകൊണ്ട് ജീവിക്കാറുള്ളതല്ല. ഇത് കല്ലുകുടിച്ച് കൂത്താടാറുള്ളതല്ല, ഇത് പെണ്ണ് പിടിച്ച് നടക്കാറുള്ളതല്ല, ഇത് വ്യഭിചരിച്ച് നടക്കാറുള്ളതല്ല. പിന്നെ എന്തിനെന്നറിയോ, ഇത് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടോ. ഇങ്ങനെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ആഖിറത്ത് നന്നായി മരിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹുവേ, നീ തൗഫീഖ് നൽകണേ. അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ഖബർ ജീവിതം നന്നാക്കി തരണേ. അല്ലാഹ്, ഉറക്ക ആമീൻ പറയും സഹോദരങ്ങളെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിറത്ത് നന്നാക്കി തരണേ. അല്ലാഹ്, പരലോക ജീവിതം നന്നാക്കി തരണേ. അല്ലാഹ്, പരലോക ജീവിതം നന്നാക്കി തരണേ തമ്പുരാനെ. എന്റെ പ്രിയമുള്ളവരെ, അതുകൊണ്ട് വെറുതെ അങ്ങ് ദുആ ചെയ്താൽ പോരാ, അതിനുവേണ്ടി നമ്മൾ അമലുകൾ ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആ ഖബർ ജീവിതം നന്നാകാൻ, ആഖിറത്ത് നന്നാകാൻ, പരലോക ജീവിതം നന്നാവാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയും വേണം, അമല് ചെയ്യണം. ഇന്ന് ആരാണ് യഥാർത്ഥത്തിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്? ഇന്ന് ആരാണ് ആ സ്വർഗത്തിന് വേണ്ടി, ആ പരലോക ജീവിത ഗുണത്തിന് വേണ്ടി ഇന്ന് ആരാണ് യഥാർത്ഥത്തിൽ ജീവിക്കുന്നത്? ഇന്ന് അള്ളാഹു ഉണ്ടെന്ന ബോധത്തോട് ജീവിക്കുന്ന ആരാണ് ഇന്ന് നമുക്കിടയിലുള്ളത്? വളരെ ചുരുക്കം ചില ആളുകളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ.